നമസ്കാരം. ഇന്ന് കുടുംബ ബന്ധങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിലയുമില്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള സംഭവങ്ങളാണ് എമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ പോലും ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മളെല്ലാവരും കാണാറുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളുടെയും അതുമൂലമുണ്ടാകുന്ന കുടുംബ തകർച്ചയുടെയൊക്കെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള ഒരു ആഡംബര റിസോർട്ടിലേക്ക് 4 പേരെത്തുന്നു. ബ്രിട്ടനിലെ പ്രമുഖ വ്യവസായിയായ, അതായത് ലൈറ്റിംഗ് രംഗത്തെ പ്രമുഖ വ്യവസായ മാർക്ക് ഗിബൺ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുൻ ഭാര്യയും ഇപ്പോൾ ഗിബൻ്റെ കാമുകിയുമായ ജാസ്മിൻ്റെ 2 മക്കൾ, അതായത് മരുമകളുടെ കുട്ടികൾ, ഇവരുമായിട്ട് ഈ റിസോർട്ടിൽ താമസിക്കാനെത്തുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കാണുന്ന ഒരു കാഴ്ച, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്വിമ്മിംഗ് പൂളിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. അതായത് ഗിബൺ തൻ്റെ മരുമകളായ ഇപ്പോഴത്തെ കാമുകിയായ ജാസ്മിനെ സ്വിമ്മിംഗ് പൂളിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ടാണ് ആളുകൾ കണ്ടത്. അങ്ങനെ അവർ പോലീസിനെ വിളിക്കുന്നു. ഗിബണിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നീടാണ് ഇതിൻ്റെ ചുരുളഴിയുന്നത്. ഗിബൺ പോലീസിനോട് പറഞ്ഞത് താൻ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ തള്ളിയിട്ട് താൻ തന്നെയാണ് എന്നാണ് ഇയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. ഇന്ന് വീണ്ടും കോടതി ഇയാളുടെ കേസ് പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഗിബൺ ജയിലിലായി. ചെയ്ത തെറ്റിനുള്ള ഉചിതമായ ശിക്ഷ കൂടെ ലഭിക്കുമ്പോൾ ഇയാൾ വളരെ കാലം അമേരിക്കയിലെ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത പുറത്തുവിട്ടുന്നത്. കാരണം ഈ ഗിബൺ ബ്രിട്ടനിലെ അറിയപ്പെടുന്ന വലിയൊരു വ്യവസായിയാണ്, വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. എന്തിന് ബ്രിട്ടീഷ് രാജകുടുംബത്തിലേക്ക് പോലും അവിടുത്തെ ചടങ്ങുകളുടെ ലൈറ്റിംഗ് സംവിധാനമൊക്കെ നിർവഹിക്കുന്ന ചുമതല വഹിക്കുന്നത് ഇയാളുടെ സ്ഥാപനമാണ്. പക്ഷേ പിന്നീട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇയാളുടെ കുടുംബജീവിതം ശിഥിലമായിരുന്നു. പക്ഷേ പുറമേ ഇയാൾ വളരെ ഒരു വിജയകരമായ സന്തോഷകരമായ കുടുംബജീവിതമാണ് നയിച്ചിരുന്നതെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇയാളുടെ മകൻ്റെ പേര് അലക്സ് എന്നാണ്, അതായത് ജാസ്മിൻ്റെ മുൻ ഭർത്താവിൻ്റെ പേര് അലക്സ് എന്നാണ്. ഇയാൾ കുടുംബമായുള്ള പല സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായിരുന്നതാണ്. പക്ഷേ പെട്ടെന്നാണ് ഒരു കാര്യം അലക്സിന് മനസ്സിലായത്. തൻ്റെ ഭാര്യയായ ജാസ്മിനും തൻ്റെ പിതാവായ ഗിബണും തമ്മിൽ അഭിഹിതമായ ബന്ധങ്ങൾ ഉണ്ട് എന്ന്. കൃത്യമായി ഇയാൾ കൈയോടെ അവരെ പിടികൂടുകയും ചെയ്തു. തുടർന്ന് വലിയൊരു സംഘർഷം അവിടെ നടന്നു. ഈ പിതാവിനെ മർദ്ദിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ മകൻ. അതേ തുടർന്ന് ഇയാൾ കാറിൽ കയറി പോകാൻ ശ്രമിക്കുമ്പോൾ ഗിബൺ ഇറങ്ങി മകനെ തടയാൻ ശ്രമിച്ചതായും, എന്നാൽ വാഹനം തടയാൻ ശ്രമിച്ച ഗിബണിനെ മകൻ വാഹനം ഇടിച്ച് തെറിപ്പിച്ച് അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് കേസ്. അങ്ങനെ അലക്സ് 2 വർഷത്തോളം ജയിലിൽ കിടക്കുകയായിരുന്നു പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചതിന്. 6 മാസം മുമ്പാണ് ഇയാൾ ജയിൽ മോചിതനായത്. തുടർന്ന് ഗിബണിൻ്റെ ഭാര്യയും വിവാഹമോചനം നേടിയതിന് ശേഷം മകനൊപ്പമാണ് താമസിച്ചിരുന്നത്. ഗിബണിൻ്റെ മകളും ഇപ്പോൾ ഗിബണുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഗിബണും മകൻ്റെ മുൻ ഭാര്യയും കൂടി ഒരുമിച്ചാണ് പിന്നീട് ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ വിനോദസഞ്ചാരത്തിനായി അമേരിക്കയിലെ ഈ റിസോർട്ടിൽ, ആഡംബര റിസോർട്ടിൽ എത്തുന്നത്. പക്ഷേ ഇവിടെ വെച്ചുണ്ടായ തർക്കത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നത് ഗിബൺ തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ 2 പേരക്കുട്ടികൾക്കായി എഴുതി വെച്ചു എന്നാണ്. എന്തുകൊണ്ട് തൻ്റെ പേര് സ്വത്ത് എഴുതി വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അയാളോട് കയർക്കുകയും തുടർന്ന് വലിയ സംഘർഷം ഉണ്ടാകുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. 2 പേര് നന്നായി മദ്യപിച്ചിരുന്നതായിട്ടാണ് പോലീസിൻ്റെ പരിശോധനയിൽ മനസ്സിലായത്. അങ്ങനെയാണ് ഈ സംഘർഷത്തിനൊടുവിൽ ഇയാൾ തൻ്റെ പുതിയ കാമുകിയെ ഈ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. ഏതായാലും ജാസ്മിനും കുട്ടികളുമൊക്കെ തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഗിബണിന് എന്ന് നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അമേരിക്കയിൽ ഇത്തരം കുറ്റങ്ങൾക്ക് തന്നെ വളരെ കടുത്ത ശിക്ഷയാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ വളരെ കാലം ജയിലിൽ കഴിയേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ UK നിന്ന് വരുന്ന മറ്റൊരു പ്രധാന വാർത്ത ഇവരുടെ കുടുംബ ബിസിനസ് ആകെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് നോക്കി നടത്താൻ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണ്. മകനും കമ്പനി വിട്ടിരിക്കുന്നു. അങ്ങനെ കുടുംബജീവിതത്തിലുണ്ടായ ഈ ഒരു പ്രശ്നം എത്രയോ ജീവനക്കാരെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം. ഏതായാലും ഗിബണിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. തുടർ നടപടികൾ എന്താണെന്നുള്ളത് ഇന്ന് തന്നെ അറിയാൻ കഴിയും.